ഗുഡ് മോർണിംഗ്. അപ്പോൾ 6:30 ആയിട്ടുണ്ട്. അപ്പോൾ അത് എണീറ്റിരിക്കുന്ന ഭാഗമാണ് കേട്ടോ. ഇത് കുറച്ച് ലേറ്റായി എണീക്കാനായിട്ട്. ഹാപ്പി ചിൽഡ്രൻസ് വാവച്ചി. ഹാപ്പി ചിൽഡ്രൻസ് ഡേ അമ്മ. എനിക്കും ചിൽഡ്രൻസ് ഡേ ആണോ? താങ്ക് യു വാവച്ചി. സ്കൂളിൽ പറയില്ലേ ഹാപ്പി ചിൽഡ്രൻസ് ഡേ. ഹാപ്പി ചിൽഡ്രൻസ് ഡേ. എണീക്കാം. ആ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ലവ് യു. ലവ് യു. ലവ് യു സോ മച്ച്. ബാബു എണീറ്റാ? ഇല്ല, എണീക്കാന്നാ? അവിടെ എണീപ്പിക്കണം. ഇന്ന് ചിൽഡ്രൻസ് ഡേ ആയിട്ട് എന്താ പരിപാടി? കളിക്കും ടീച്ചർ. നാളെ ഞങ്ങൾക്ക് വേണ്ടി ഡാൻസ് കളിക്കും അല്ലേ? ഡാൻസ് കളിക്കും. എൻജോയ് ചെയ്യാൻ പോകണമെന്ന്. എണീക്കാം. ക്ലാസ്സിൽ എൻജോയ് ചെയ്യുമ്പോൾ ഓക്കെ, എണീക്കാം കേട്ടോ. ആവച്ചി എണീറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ ആദ്യം ഞാൻ ചെയ്യുന്നത് ബെഡ്ഷീറ്റ് ഒന്ന് ക്ലീൻ ആക്കി വൃത്തിയാക്കി വിരിച്ചിടും. അത് കഴിഞ്ഞിട്ടാണ് അടുത്ത പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇന്ന് സ്കൂളുള്ള ദിവസമായതുകൊണ്ട് ഇന്ന് ആവച്ചിനെ റെഡിയാക്കി സ്കൂളിൽ വരണം. അപ്പോൾ ഇന്ന് ചിൽഡ്രൻസ് ഡേ ആയതുകൊണ്ട് എല്ലാവർക്കും ഹാപ്പി ചിൽഡ്രൻസ് ഡേ. അതിനുശേഷം നേരെ പോയിട്ട് വെള്ളവും സ്നാക്സും ലഞ്ചും ഒക്കെ എടുത്തു വയ്ക്കും വാവച്ചിക്ക് കൊണ്ടുപോകാനായിട്ട്. നല്ല കോസ്റ്റ്യൂംസ് ആണല്ലോ വാച്ചി. ഇനി നമുക്ക് എന്താ ചെയ്യണം? എന്താ വെച്ചേക്കണേ? ആര്? നെഹ്റു. ചാച്ചാജിയുടെ ഡ്രസ്സാണത്. നെഹ്റു പറഞ്ഞില്ലേ ഇന്നലെ ചിൽഡ്രൻസ് ഡേ അല്ലേ ഇന്ന്? അപ്പം ചാച്ചാജിയുടെ ബർത്ത്ഡേ ആണെന്ന്. ആര്? ഇല്ലല്ലോ, നമ്മൾ സെലിബ്രേഷൻ ചെയ്യും. നിങ്ങളൊക്കെ സ്കൂളിൽ ഡാൻസ് ഒക്കെ ഉണ്ടല്ലോ. വാ, റെഡി ആവാ ബാക്കി. ചാച്ചാജിന്നോ? അതായത് ഇന്ന് ചിൽഡ്രൻസ് ഡേ എന്തിനു ആഘോഷിക്കണമെന്നല്ലേ വാച്ചിക്ക്? ഇന്ന് നവംബർ 14 ജവഹർലാൽ നെഹ്റു ജനിച്ച ദിവസമാണ് ഇന്ന്. അപ്പൊ നെഹ്റുവിന്റെ ഫുൾ നെയിമാണ് ജവഹർലാൽ നെഹ്റു. പിന്നെ ചാച്ചാജി ഇന്ന് ജനിച്ചത് കൊണ്ടാണ് പിന്നെ ചാച്ചാജി എന്ന് പറയുന്നത് നെഹ്റുവിന്റെ വിളിക്കുന്ന പേരാ. അപ്പം ചാച്ചാജിയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. പിള്ളേരെല്ലാരും ചാച്ചാജിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ചാച്ചാജി വേറെ ഒരു സ്പെഷ്യൽ എന്താണെന്നറിയോ? ചാച്ചാജിയുടെ ലെഫ്റ്റ് സൈഡിൽ ഇത് വയ്ക്കും. ആവശ്യമുള്ള ലെഫ്റ്റ് സൈഡ് ഏതാ? ഇതാണോ ലെഫ്റ്റ് സൈഡ്? ഏതാ ലെഫ്റ്റ് സൈഡ്? കറക്റ്റ് പറയൂ. ഇത് ഇവിടെ ചാച്ചാജി ഇങ്ങനെ പൂ വയ്ക്കും. അപ്പം ഫ്ലവർ ഒക്കെ വയ്ക്കുവേ. അങ്ങനെ ചാച്ചാജി വയ്ക്കുമായിരുന്നു കേട്ടോ. അപ്പൊ ഇതൊക്കെ ചാച്ചാജിക്ക് പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചാച്ചാജിയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഇന്ന് എന്താണ്? ചിൽഡ്രൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യും. അവരാണ് ഇന്ന് നിങ്ങൾ സ്കൂളിൽ ഇങ്ങനെ ചാച്ചാജിയുടെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോകാൻ പറഞ്ഞത്. ഇഷ്ടായോ? മനസ്സിലായോ? കാണിച്ചു തരണോ? കാണിച്ചു തരാം കേട്ടോ. ഇത് മുടി ഒന്ന് കെട്ടി. ചാച്ചാജിയാണ് നെഹ്റു. നെഹ്റുവിന്റെ പേരാണ് ചാച്ചാജി. ഇപ്പൊ വാവച്ചിയുടെ ഒറിജിനൽ നെയിം എന്താ? ഇവാനിത. ഇവാനിതന്റെ വീട്ടിൽ വിളിക്കുന്നത് എന്താ? വാവച്ചി. ഇന്ന് വാവച്ചി പുതിയ ഡ്രസ്സൊക്കെ ഇട്ടതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ്. അതുമാത്രമല്ല ഇന്ന് സ്കൂളിൽ പോകുമ്പം ചിൽഡ്രൻസ് ഡേ ആയതുകൊണ്ട് ഭയങ്കര സെലിബ്രേഷൻസ് ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണെന്ന് വാവച്ചി. അങ്ങനെ 8:45 ആകുമ്പോഴത്തേക്ക് സ്കൂൾ ബസ് വരും കേട്ടോ. അപ്പോൾ അതിന് മുന്നേ നമ്മൾ റെഡിയായി വെയിറ്റ് ചെയ്യാണ് സ്കൂൾ ബസ്സിന് വേണ്ടിയിട്ട്. പിന്നെ സ്കൂൾ ബസ്സിൽ കയറ്റി വിട്ടതിന് ശേഷം നേരെ ആദ്യം തന്നെ ചെയ്യുന്നത് ഡ്രസ്സ് വാഷ് ചെയ്ത് ഉണങ്ങാനെടുത്തിടും. നല്ല തണുപ്പുള്ള സമയമായതുകൊണ്ട് ഇപ്പം ഡ്രസ്സ് ഉണങ്ങാൻ ഭയങ്കര പാടാണ് കേട്ടോ. രാവിലെ തന്നെ ഉണങ്ങാനിട്ടില്ലെങ്കിൽ ഉണങ്ങത്തില്ല. കാരണം നല്ല തണുപ്പുള്ള സമയമാണ്. ഇപ്പം വെയിൽ വരുന്നത് തീരെ കുറവാണ്. വന്നാൽ തന്നെ ഇത്തിരി നേരം വന്നിട്ടങ്ങ് പോകും. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ക്ലീൻ ആക്കൽ, എല്ലാ ക്ലീനിങ്ങും കഴിയും. കാരണം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വാവച്ചിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് എല്ലാ പരിപാടികളും വേഗം ചെയ്തു വയ്ക്കും.
ഗൈസ്, അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ തമ്മിലൊന്ന് സംസാരിക്കാൻ സമയം കിട്ടിയത് അല്ലേ. ഇത് എല്ലാവരും പോയി, ഇപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത്. വാവച്ചിക്ക് ചിൽഡ്രൻസ് ഡേ ആയതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോയേക്കണം കേട്ടോ. പുതിയ ഡ്രസ്സൊക്കെ ഇട്ടല്ലേ പോയേക്കണേ. അപ്പോൾ ഇന്ന് ഭയങ്കര സംശയങ്ങളായിരുന്നു. ചാച്ചാജി നെഹ്റു എന്തിനാണ് ഇന്ന് ആഘോഷിക്കുന്നതെന്ന്, കേക്ക് കട്ട് ചെയ്യുമോ എന്ന്, എന്താ പറയുക, ചാച്ചാജിയുടെ ബർത്ത്ഡേ എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇന്ന് കേക്ക് കട്ട് ചെയ്യുമോ, അങ്ങനെ കുറേ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ വന്നിട്ട് കുറേ സംശയങ്ങൾ ചോദിക്കും. ഇനിയിപ്പോൾ ഇതേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇപ്പോൾ ഇരുന്നേ ഉള്ളൂ. ഇപ്പോൾ സമയം 9:30 ആയിട്ടുണ്ട്. ഇപ്പോഴാണ് ഞാനൊന്ന്, എന്താ പറയുക, കുറച്ച് സമാധാനത്തിൽ എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ. കാരണം രാവിലെ ക്ലാസ്സിൽ പോകാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്തൊന്നും അത്ര കാമായിട്ട് എനിക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ എനിക്ക് സമാധാനത്തിൽ കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം. അതുകൊണ്ട് ഞാൻ ഇപ്പോഴാണ് ഒന്ന് കഴിക്കുന്നത് കേട്ടോ. എപ്പോഴും അങ്ങനെയാണ്, വാവച്ചി ക്ലാസ് വിട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ കഴിക്കുന്നത്. അപ്പം ഇന്ന് ദോശയും സാമ്പാറുമാണ്. എനിക്ക് എൻ്റെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റാണ് ദോശയും സാമ്പാറും. വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് പണിയുണ്ട്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് കാണാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ വന്നത് ബെഡ്റൂമിൽ കുറച്ച് തുണി മടക്കാനുണ്ടായിരുന്നു. അങ്ങനെ തുണിയെല്ലാം മടക്കാൻ കേട്ടോ. ആക്ച്വലി എല്ലാ ദിവസവും തുണി മടക്കാൻ കാണും. ഡെയിലി തുണി മടക്കിയില്ലെങ്കിൽ വീക്കെൻഡ് ആകുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് കൂടി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അന്നൊന്നും തന്നെ ഞാൻ തുണി മടക്കാനായിട്ട് ശ്രദ്ധിക്കും കേട്ടോ. ഇപ്പോൾ ഈ ഫ്രഷ് ആകട്ടെ കേട്ടോ. ഫ്രഷ് ആയിട്ട് വന്നിട്ട് നമുക്ക് സംസാരിക്കാവേ. ഹലോ. അപ്പോഴത്തേ ഫ്രഷായിട്ട് നല്ല എനർജി ആയിട്ട് വന്നിരിക്കാം കേട്ടോ. അപ്പോൾ തണുപ്പ് സമയത്ത് നല്ല പച്ചവെള്ളത്തിൽ കുളിക്കുമ്പോൾ നല്ലൊരു എനർജി കിട്ടത്തില്ലേ, ആ സിറ്റുവേഷനാണ് ഇപ്പോൾ എനിക്ക്. ഇവിടെ നല്ല തണുപ്പാണ്. നവംബറിൽ, ഡിസംബർ, ജാനുവരി ഇവിടെ നല്ല തണുപ്പായിരിക്കും. ഇപ്പം സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ എൻ്റെ ഹെയർ ഉണ്ടല്ലോ, ഹെയർ ഇവിടുത്തെ വാട്ടർ എന്ന് പറയുമ്പോൾ ഹാർഡ് വാട്ടറാണ്. അപ്പോൾ ഹാർഡ് വാട്ടർ ആയതുകൊണ്ട് എന്താ പറയുക, ഹെയർ ഭയങ്കരമായിട്ട് ഈ കട്ടി സോഫ്റ്റ് ഉണ്ടാവില്ല, ഭയങ്കര കട്ടിയായിട്ടിരിക്കുക. അതായത് ഭയങ്കര റഫായിട്ട് ഇനി തൊടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പിന്നെ കട്ടി പോലെ ഇരിക്കുന്നത്. അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഇനിയിപ്പം ഈ സീസൺ കഴിഞ്ഞാലേ നമുക്ക് മുടി കുറച്ചും കൂടെ സോഫ്റ്റ് ആകത്തുള്ളൂ. പിന്നെ പക്ഷെ ഒരു കാര്യം പറയുകയാണെങ്കിൽ മുടി ഊരി പോകുന്നില്ല, അത് നല്ലൊരു കാര്യമാണ്. അങ്ങനെയാണ് ഇപ്പോഴത്തെ ക്ലൈമറ്റ്. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് നോട്ട്സ് എഴുതാനുണ്ട്. അപ്പം കുറച്ച് ദിവസമായി ഞാൻ ഡാൻസ് ക്ലാസ്സിന് പോകുന്നുണ്ട്, ഞാനും ഭാവിച്ചു. അപ്പോൾ അതിൻ്റെ നോട്ട്സ് കുറച്ച് എഴുതാനുണ്ട്, കുറച്ച് പഠിക്കാനുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആ കുറച്ച് നോട്ട്സൊക്കെ എഴുതണം. അതാണ് നെക്സ്റ്റ് പരിപാടി. അല്ലെങ്കിൽ ഞാൻ മടി പിടിച്ച് ഇങ്ങനെ ഇരിക്കും. ഇനി നോട്ട്സ് എഴുതാൻ തുടങ്ങട്ടെ കേട്ടോ. പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ബുക്സൊക്കെ വാങ്ങുമ്പം എനിക്ക് ഓർമ്മയുണ്ട്, ഈ പേജ് ഫുള്ള് ഞാൻ വാങ്ങുവാണെങ്കിലുണ്ടല്ലോ ഈ നടന്മാരുടെ ഹീറോയിൻസിൻ്റെ പടമുള്ള വാങ്ങുന്നത്. കൂടുതൽ ഞാൻ വാങ്ങുന്നത് സൂര്യൻ്റെ ആയിരിക്കും, സൂര്യ, വിജയൊക്കെ ആയിരിക്കും. ഇപ്പോൾ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ കുറേ നാളെ നോക്കുന്നത്, അങ്ങനത്തെ ബുക്ക് എനിക്ക് കിട്ടുന്നില്ല. ഓക്കെ, അപ്പം ഞാൻ നോട്ട്സ് പതുക്കെ എഴുതട്ടെ, എന്നിട്ട് വേണം ലഞ്ച് കഴിക്കാൻ. അപ്പം എഴുതിയിട്ട് വരാം. അങ്ങനെ അത് കുറച്ച് എഴുതിയിട്ടോ. ഇനിയിപ്പം ലഞ്ച് കഴിക്കാൻ സമയം. അപ്പം ലഞ്ച് കഴിച്ചിട്ട് ബാക്കി എഴുതാൻ ഓർത്തു. ഇത് ഞാൻ ലഞ്ചെല്ലാം കഴിച്ചു കേട്ടോ. എനിക്ക് നല്ല വിശപ്പായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ വേഗം പോയി ലഞ്ചെല്ലാം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും കുറച്ച് നോട്ട്സൊക്കെ എഴുതി. ഇപ്പോൾ സമയം 2:45 അപ്പോൾ ഇന്ന് എനിക്ക് സ്കൂൾ വരെ പോകണം. വാവച്ചിയുടെ സ്കൂള് 3:30 വാവച്ചിയുടെ ക്ലാസ് കഴിയും. അപ്പോൾ ഇന്നലെ രാത്രി എന്നോട് വാവച്ചി പറഞ്ഞു, ഇന്ന് എന്താ പറയുക, വാവച്ചിനെ ഒന്ന് പിക്ക് ചെയ്യണം അമ്മ എന്ന് പറഞ്ഞു. ഇന്ന് ചിൽഡ്രൻസ് ഡേ ആയതുകൊണ്ട് വാവച്ചിക്ക് ഒരു സന്തോഷം. അപ്പം ഞാൻ ഓർത്ത് എനിക്ക് സന്തോഷം, കാരണം വാവച്ചി സ്കൂൾ ബസ്സിൽ എന്നും വരാറ്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ പോയി വിളിച്ചുകൊണ്ടൊക്കെ വരാറുണ്ട്. അപ്പം വാവച്ചിക്ക് എന്താ പറയുക, അതൊരു ഭയങ്കര സന്തോഷമാണ്. അപ്പം ഞാൻ ഓർത്ത് വാവച്ചിയുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം. അപ്പം അങ്ങനെ അതുമാത്രമല്ല, നമ്മുടെ വാവച്ചിയുടെ ചേച്ചിയും വാവച്ചിയാണ് ഇന്ന് സ്കൂൾ ബസ്സിൽ വരാറ്. അപ്പം അവൾക്ക് കുറച്ച് വേറെ എന്തോ കാര്യങ്ങളുള്ളത് കൊണ്ട് അവളിന്ന് സ്കൂൾ ബസ്സിൽ വരുന്നില്ല. അപ്പോൾ പിന്നെ വാവച്ചിക്ക് കുറച്ച് സങ്കടം. അപ്പം എന്നോട് ഇന്നലെ രാത്രി പറഞ്ഞു, അതുകൊണ്ട് മമ്മ ഒന്ന് വരണം, പിന്നെ ചിൽഡ്രൻസ് ഡേ ആയതുകൊണ്ടും ഒന്ന് വരണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തു ശരി, പോയി വിളിച്ചിട്ട് വരാം. അവിടെ നിന്ന് ഒരു 3:15 ആകുമ്പോഴത്തേക്കും ഇറങ്ങിയാൽ മതി. അപ്പം അതിന് മുന്നേ ഞാൻ വേഗം ഒന്ന് റെഡി ആകട്ടെ. അപ്പം സമയമുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി നോട്ട്സ് എഴുതാം. അപ്പം ഞാൻ ഇറങ്ങാൻ നേരത്ത് കാണാം.
പോകാൻ സമയമായി. ഇനി വാവച്ചി അവിടെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. അമ്മ വരുന്ന നോക്കി ഇങ്ങനെ ചിലപ്പം ജനലിൽ കൂടെ നോക്കിയിരിക്കും. അപ്പം ഞാൻ പോയി വിളിക്കാൻ പോട്ടെ. വാവച്ചിക്ക് സന്തോഷമാകട്ടെ, എനിക്ക് സന്തോഷമാകട്ടെ. അങ്ങനെ പോവാം. എങ്ങനെയുണ്ട്? അങ്ങനെ വാവച്ചിനെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്തുകൊണ്ട് ഇന്ന് വാവച്ചിയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ പോയത്. ഇന്ന് ഫ്രൈഡേ ഈവനിങ് ആയതുകൊണ്ട് കുറച്ച് നേരം അവിടെ കളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് പോയി. ഇതിൻ്റെ ഫാൻസോ? അത് കൊള്ളാമല്ലോ. ഇത് എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ് രണ്ടുപേർക്കും? സൂപ്പറായിരുന്നോ? ടീച്ചേഴ്സിന് ഡാൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ആണോ ആർഷ? ആണോ? എന്താ ഇത്? ക്ലാസ് നിന്ന് കിട്ടിയോ? നോക്കട്ടെ. ഹാപ്പി ചിൽഡ്രൻസ് ഡേ. ഓ, ഒരു ചോക്ലേറ്റ് ഉണ്ടല്ലോ. എന്താ കഴിക്കാത്ത ചോക്ലേറ്റ്? അതുകൊണ്ടാണ് കഴിക്കാത്തേ. നോക്കട്ടെ, അതെടുത്ത് വൈക്കി സൂക്ഷിച്ച് വയ്ക്ക് ബാഗില്. അങ്ങനെ നമ്മളിതാ തിരിച്ച് വീട്ടിലെത്തി അല്ലേ വാവച്ചി? ബാഗിന് വെയിറ്റ് ഉണ്ടോ? ഇഷ്ടമാണോ? ഇതുവാ പോ, പതുക്കെ പോ. പിന്നെ അങ്ങോട്ടാണോ വീട്ടിൽ പോകുന്നത്? വീട്ടിലെത്തി. അപ്പോൾ നേരെ ക്ലാസ് വിട്ട് കഴിഞ്ഞ് വാവച്ചിയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി. അത് കഴിഞ്ഞ് നമ്മളിത് ഇപ്പം വീട്ടിൽ വന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാന്ന്? കളിക്കാൻ പോവാ. ഫ്രഷ് ആവുന്നില്ലേ സാറേ? പിന്നെ കളിച്ചിട്ട് ഫ്രഷ് ആവുന്നില്ല. അന്നത്തെ വെള്ള ഡ്രസ്സൊക്കെ കറുത്ത കളറായിട്ടുണ്ട് അല്ലേ? അല്ലേ? ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു ദിവസം ആക്ച്വലി? ഇന്നലെ ആവശ്യം പറഞ്ഞില്ലേ ഗെയിം കളിക്കണം പോണെന്ന്. അപ്പൊ ഗെയിം ഒന്നില്ലായിരുന്നല്ലോ. ഗെയിം ഇല്ലായിരുന്നോ? ഡാൻസ് മാത്രമേ ഉണ്ടായിരുന്നല്ലോ. പാട്ടും ഡാൻസും ഉണ്ടായിരുന്നു. ആണോ? ഓക്കെ. അപ്പം നമ്മുടെ വ്ളോഗ് നമുക്ക് നിർത്താം. വേണ്ട, പിന്നെ കളിക്കാം. നീ കളിക്കണമെങ്കിൽ നമ്മളെ വ്ളോഗ് സ്റ്റോപ്പ് ചെയ്യണം. എൻ്റെ ഇട്ടെ. ഓക്കെ. അപ്പം നമ്മുടെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ എന്ത് ചെയ്യണം വാവച്ചി? നമ്മുടെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ എൻഡ് ചെയ്യണോ? ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതെ, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും